അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചു കേരള സ്റ്റോറിയുടെ കാര്യം. കാരണം കേരളത്തിന്റെ യാഥാർത്ഥ്യം അത് വിളിച്ചു പറയുമ്പോൾ അത് വളരെ പ്രകോപിതരാക്കുന്നുണ്ട് പലരെയും, അല്ലേ? കാരണം ഇതൊരു മതേതര കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ, എന്തിനാണ് പിന്നെ നിങ്ങൾ ഇല്ലാത്തത് പടച്ചുവിടുന്നത് എന്നുള്ള ചോദ്യം. പക്ഷേ ഇല്ലാത്തതല്ല, ഉള്ളത് തന്നെയാണിത്. അപകടകരമായ സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. വിഷു ആശംസകൾ നേർന്നതിന് മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി നജ്മ നബ്ഷീറയ്ക്കെതിരെ ക്രൂരമായ സൈബർ ആക്രമണവുമായി ഇസ്ലാമിസ്റ്റുകൾ. മുസ്ലിം ലീഗിന്റെ സൈബർ പോരാളികൾ തന്നെയാണ് നജ്മയെ സൈബർ ഇടത്തിൽ അധിക്ഷേപിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത്. ഇസ്ലാമിക ആചാരങ്ങൾ പിന്തുടരാൻ ഇതര മതസ്ഥരെ പ്രേരിപ്പിക്കുകയും തിരിച്ചു സംഭവിക്കുമ്പോൾ മതനിയമങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന കേരള സ്റ്റോറിയുടെ ഉദാഹരണം കൂടിയാണിത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ നേർസാക്ഷ്യം എന്താണെന്ന്. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് കെ പി. തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസം വിഷു ദിനത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന നജ്മ തബ്ഷീറ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. വിഷു ആശംസകൾ നേർന്നുകൊണ്ടായിരുന്നു ഈ നജ്മ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പക്ഷെ പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്കകം നജ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അതിക്രമമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ മുൻപന്തിയിലുള്ളത് മുസ്ലിം ലീഗ് തന്നെയാണ് എന്നുള്ളതാണ്. ഈ കമന്റ് പരിശോധിക്കുമ്പോൾ മുഴുവൻ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ഈ കമന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഒരാൾക്കും, അതായത് പ്രേക്ഷകരോട് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കമന്റുകൾ ഈ നജ്മയുടെ പോസ്റ്റിന് താഴെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കമന്റുകൾ ഞാൻ വായിക്കുകയാണ്. അതായത് മുസ്ലിമായിട്ട് ജനിച്ചു, അല്ലാഹുവിന് സ്തുതി, നമ്മൾക്ക് രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ, ഒന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അതല്ലാതെ മറ്റ് ഇതര മതസ്ഥരുടെ ആഘോഷമൊന്നും നമ്മുടെ ആഘോഷമല്ല, അതൊന്നും തന്നെ ആശംസകൾ നേരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് ഉള്ളത്. മാത്രമല്ല, എന്തിനാണ് ഇങ്ങനെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു മതസ്ഥരുടെ ആഘോഷത്തിന് എന്തിന് പങ്കുചേരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നജ്മ ഇട്ടിരിക്കുന്ന ആരാണ് ഈ സൈബർ പോരാളികൾ? ഒരു സ്ത്രീ ഒരു വിഷു ആശംസകൾ നേർന്നതിന് അവളെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലിട്ട് കൊത്തി വലിച്ചു കീറുന്ന കഴുകന്മാർ, അവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമായോ? പോലീസിൽ പരാതി നൽകിയോ? എന്താണ് നജ്മയുടെ അടുത്ത നീക്കം? നോക്കൂ അശ്വതി, ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ മുസ്ലിം ലീഗിന്റെ സൈബർ വിങ്ങിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ കമന്റ് പ്രത്യേകമായ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കമന്റുകൾ മുഴുവൻ വന്നിരിക്കുന്നത്. ചില പ്രത്യേക പേരുകൾ ഉള്ളവർ മാത്രമാണ് ഈ വീഡിയോയ്ക്ക് താഴെ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നിൽ തന്നെ ഈ നജ്മയ്ക്കെതിരെ ഈ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതിന് പിന്നാലെയാണ് ഈ സൈബർ ഇടങ്ങളിൽ ഈ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇത് വെറും നിസ്സാരമായിട്ടുള്ള ഒരു അധിക്ഷേപ പരാമർശം മാത്രമല്ല, നജ്മ എന്ന് പറയുന്ന ഒരു വനിതയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഒരു അധിക്ഷേപങ്ങളല്ല എന്നുള്ളതാണ്. എന്താണ് കേരളത്തിന്റെ മതേതരത്വം എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് കമന്റിൽ ഉടനീളമുള്ളത്. ഒരു ഇതര മതസ്ഥരുടെ ഒരു ആഘോഷത്തിന് ഒരു കണി കാണുന്നു, അതിനുശേഷം ഒരാശംസ, വിഷു ആശംസ നേരുന്നു. അതിനുശേഷമാണ് അങ്ങനെ ഒരു ആശംസ നേർന്നതിന്റെ പേരിലാണ് മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ എന്തിന് പങ്കെടുക്കുന്നു, വിവരമില്ലേ എന്നതൊക്കെ അടക്കമുള്ള നടുനീള പോസ്റ്റുകൾ നിരന്തരം ഈ നജ്മയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് തീരെ വരുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ സൈബർ അതിക്രമം കൂടി വന്നത് സാഹചര്യത്തിൽ നജ്മ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും നിർണായകം, ഈ നജ്മയെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് ആരും തന്നെ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ നജ്മയുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് ഇടാനോ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇതാണോ കേരളത്തിലെ മതേതരത്വം എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ ചിലർ ചോദിക്കുന്ന, ഇത്തരത്തിലുള്ള കമന്റുകൾക്കിടയിൽ ചിലർ ചോദിക്കുന്ന ചോദ്യം. കാരണം ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു മതസ്ഥരുടെ മാത്രം ആഘോഷം, ആ ആഘോഷത്തിന് ഒരു ആശംസ നേർന്നതിൻ്റെ പേരിൽ ഒരു വനിതയ്ക്ക് ഈ രീതിയിലുള്ള സൈബർ ഇടങ്ങളിൽ ഈ രീതിയിലുള്ള അധിക്ഷേപം നേരിടേണ്ടി വരുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഇത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വനിതയാണ്. ആ
വനിതയ്ക്ക് ഇത്തരത്തിലൊരു പ്രശ്നം, ഒരു പ്രതിസന്ധി, ജിഹാദി കൂട്ടങ്ങൾ ഈ രീതിയിലുള്ള ഒരു അധിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സൈബർ വിങ് ഇതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നജ്മയെ പിന്തുണച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടില്ല എന്നുള്ളതും ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തായാലും ഒരു വിഷു ആശംസകൾ നേർന്നതിന്റെ പേരിൽ ഈ നജ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഈ ജിഹാദി കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ, സൈബർ ഇടങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് ഇതാണോ കേരളത്തിന്റെ മതേതരത്വം എന്നുള്ള ഒരു വലിയ ചോദ്യം ബാക്കിയാവുന്നുണ്ട് എന്നുള്ളതാണ് KP അശ്വതി. തന്നെയാണ് അശ്വതി. ഈ അനഘ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, ഇതാണോ മതേതര കേരളം അല്ലേ? കാരണം ഒരു ആശംസ, വിഷു ആശംസകൾ നേർന്നു എന്നതിൻ്റെ പേരിൽ ഒരു നേതാവിനെതിരെ അണികളുടെ രോഷപ്രകടനമുണ്ടാകുന്നു, ഇസ്ലാമിസ്റ്റുകളുടെ രോഷപ്രകടനമുണ്ടാകുന്നു. അവിടെയാണ് കേരള സ്റ്റോറി പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഒന്നുകൂടി ഓരോ ആൾക്കാരുടെയും മനസ്സിലൂടെ നീങ്ങുന്നത് അല്ലേ? തീർച്ചയായും KP. അതുപോലെ ഈ കൃഷ്ണനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഞാൻ കണ്ടു. കൃഷ്ണൻ ബിരിയാണി കഴിക്കുന്നത്, മന്തി കഴിക്കുന്നത്. ശരിക്കും നമുക്കത് എങ്ങനെ അത് പല രീതിയിൽ എടുക്കാം, പക്ഷേ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കൃഷ്ണൻ കുഴിമന്തി കഴിക്കുന്ന വീഡിയോ അതാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ ഏത് രീതിയിലും അവഹേളിക്കാൻ ശ്രമിക്കാം, പുറകിലേൽപ്പിക്കാം. പക്ഷേ മറുവിഭാഗത്തിൻ്റെ വരുമ്പോൾ അവിടെ ഒന്നും പാടില്ല അല്ലേ? പക്ഷേ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ശ്രുതി, ഇവിടെ ജനം TV ഇത് വാർത്തയാക്കി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചു. പക്ഷേ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം ഈ ഇടതുപക്ഷ സഖാക്കളുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ തള്ളിക്കളയും പുച്ഛിച്ചുകളയും. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഞങ്ങളെ പോലും അവഹേളിക്കാനും അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും പുരോഗമനവാദികൾ ശ്രമിക്കും, കപട പുരോഗമനവാദികൾ.